സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഇന്ന് NCERT ബയോളജിയിലെ ആദ്യ അധ്യായമായ ദ ലിവിംഗ് വേൾഡ് എന്നതിലേക്ക് ഒന്നാഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. അതെ, പല വിദ്യാർത്ഥികൾക്കും ഇതൊരു തുടക്കം മാത്രമായി തോന്നാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബയോളജി എന്ന ആ വലിയ ലോകത്തെ മനസ്സിലാക്കാനുള്ള താക്കോല് അല്ലെ, ഒളിഞ്ഞിരിക്കുന്നത് ഈ അധ്യായത്തിലെ ആശയങ്ങളിലാണ്. വളരെ ശരിയാണ്. ജീവലോകം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. പാഠപുസ്തകം തുടങ്ങുന്നത് തന്നെ ആ ഒരു കൗതുകം പങ്കുവെച്ചുകൊണ്ടാണ്. ശരിയാണ്. മഞ്ഞുമൂടിയ പർവ്വതങ്ങളിലെ ജീവികൾ, പിന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിലെ വർണ്ണമത്സ്യങ്ങൾ, എന്തിനധികം ചൂടുനീരുറവുകളിൽ പോലും നിലനിൽക്കുന്ന ബാക്ടീരിയകൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്താണ് ഈ ജീവൻ? അതെ, എന്തുകൊണ്ടാണ് ഒരു പാറക്കഷ്ണം ജീവനില്ലാത്തതും ഒരു പുൽനാമ്പിന് ജീവനുള്ളതും? കറക്റ്റ്. ആ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഉത്തരമത്ര എളുപ്പമല്ല, അല്ലേ? ഒട്ടുമല്ല. പാഠപുസ്തകം തന്നെ പറയുന്നുണ്ട് ഇതിന് തത്വചിന്താപരമായ ഒരു തലമുണ്ട്, പിന്നെ ശാസ്ത്രീയമായ മറ്റൊരു തലവുമുണ്ട്. തീർച്ചയായും. നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ ശാസ്ത്രീയമായ വശത്തിനാണ്. ജീവനുള്ളവയെ നിർവചിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? നല്ലൊരു തുടക്കമാണിത്. സാധാരണയായി നമ്മൾ ജീവന്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് ഒന്ന് വളർച്ച, പിന്നെ പ്രത്യുൽപാദനം, പരിസ്ഥിതിയുമായി പ്രതികരിക്കാനുള്ള കഴിവ്, അതോടൊപ്പം മെറ്റബോളിസം, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ. ഓക്കേ. എന്നാൽ ഇതിലേതൊക്കെയാണ് ജീവന്റെ തനതായ ഒഴിച്ചുകൂടാനാവാത്ത സവിശേഷതകൾ? അതൊരു പ്രധാനപ്പെട്ട വേർതിരിവാണ്. അതായത് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ജീവനുള്ളവയ്ക്ക് മാത്രം കാണുന്നതല്ല എന്നാണോ? അതെ. ഉദാഹരണത്തിന് വളർച്ച. ജീവികളെല്ലാം വളരുന്നുണ്ട്, പക്ഷേ ഒരു മണൽക്കൂനിയും കാറ്റടിക്കുമ്പോൾ വലുതാകുന്നില്ലേ? ശരിയാണ്. ഒരു പർവ്വതവും കാലക്രമേണ വലുതാകുന്നതായി കാണാമല്ലോ. അപ്പൊ അതും ജീവന്റെ ലക്ഷണമാണോ? വളരെ പ്രസക്തമായ ഒരു സംശയമാണത്. ഇവിടെയാണ് നമ്മൾ ജീവികളിലെ വളർച്ചയും അല്ലാത്തവയിലെ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. എന്താണത്? ജീവികളിലെ വളർച്ച അത് ആന്തരികമാണ്. അതായത് കോശവിഭജനം വഴി ഉള്ളിൽ നിന്നാണ് വളർച്ചയുണ്ടാകുന്നത്. ഓക്കേ. എന്നാൽ നിങ്ങൾ പറഞ്ഞ മണൽക്കൂനയുടെയോ പർവ്വതത്തിന്റെയോ വളർച്ച ബാഹ്യമാണ്. പുറമേ വസ്തുക്കൾ അടിഞ്ഞുകൂടി വലുതാകുന്നതാണ്. ശരി. അതുകൊണ്ട് മാത്രം വളർച്ചയെ ജീവന്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പ്രത്യുൽപാദനത്തിന്റെ കാര്യവും അതുപോലെ തന്നെയല്ലേ? അതെ, അതുപോലെ തന്നെ. ജീവികൾ പ്രത്യുൽപാദനം നടത്തി പുതിയ തലമുറയെ ഉണ്ടാക്കുന്നു. പക്ഷേ പ്രത്യുൽപാദനം നടത്താൻ കഴിവില്ലാത്ത ജീവികളില്ലേ? തീർച്ചയായും. ഉദാഹരണത്തിന് കോവർ കഴുത, അതായത് മ്യൂൾ, അല്ലെങ്കിൽ വന്ധ്യരായ മനുഷ്യർ. ശരിയാണ്. അവർക്ക് ജീവനില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് അടുത്ത പോയിന്റ്. പ്രത്യുൽപാദനം ജീവികളുടെ ഒരു പ്രധാന സ്വഭാവമാണെങ്കിലും എല്ലാ ജീവികൾക്കും അതിന് കഴിവുണ്ടാകണമെന്നില്ല. അപ്പോ അതും ഒരു തനതായ സവിശേഷതയല്ല? അല്ല. എന്നാൽ ഉപാപചയം, അതായത് മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ, അത് ജീവകോശത്തിനു പുറത്ത് സ്വാഭാവികമായി നടക്കുന്നില്ല. അതുപോലെ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള കഴിവ്, അതായത് കോൺഷ്യസ്നെസ്, ഇതാണ് ജീവന്റെ ഏറ്റവും വ്യക്തമായതും സങ്കീർണവുമായ സവിശേഷത. അപ്പോൾ നമ്മൾ ജീവന്റെ അടിസ്ഥാനമെന്തെന്ന് ചർച്ച ചെയ്തു. ഇനി ഈ ജീവന്റെ വൈവിധ്യത്തിലേക്ക് വരാം. പാഠപുസ്തകത്തിൽ പറയുന്ന കണക്ക് അതിശയിപ്പിക്കുന്നതാണ്. ശരിക്കും. 1.7 മുതൽ 1.8 ദശലക്ഷം വരെ സ്പീഷീസുകളെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അതെ, മില്യൺ. ഇത് ശാസ്ത്രജ്ഞർക്ക് എത്ര വലിയ തലവേദനയായിരിക്കും. ഇത്രയധികം ജീവികളെ എങ്ങനെയാണ് അവർ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യുന്നത്? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു ഭീമാകാരമായ ലൈബ്രറിയിൽ നിൽക്കുകയാണ്. ഓക്കേ. അവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. പക്ഷെ അവയൊന്നും അക്ഷരമാലാക്രമത്തിലോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലോ അടുക്കി വെച്ചിട്ടില്ല. ആകെ കുഴഞ്ഞുപോകും. അതെ. നിങ്ങൾക്ക് വേണ്ട ഒരു പുസ്തകം കണ്ടെത്താൻ എത്ര സമയമെടുക്കും? ഒരുപക്ഷെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞെന്നും വരില്ല. ശരിയാണ്. നമ്മുടെ ജൈവലോകവും അതുപോലെയാണ്. ഈ പുസ്തകങ്ങളെ, അതായത് ജീവികളെ കൃത്യമായി തരംതിരിച്ച് പേര് നൽകി അടുക്കി വെച്ചില്ലെങ്കിൽ അവയെക്കുറിച്ച് പഠിക്കുന്നത് അസാധ്യമാകും. ഈ അടുക്കി വെക്കുന്നതിന്റെ ആദ്യ പടി പേരിടുക എന്നതാണല്ലോ. അതെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ചേര എന്ന് പറയുന്ന പാമ്പിന് വേറൊരു നാട്ടിൽ വേറൊരു പേരായിരിക്കില്ലേ? ഇംഗ്ലീഷിൽ അതിനെ റാറ്റ് സ്നേക്ക് എന്ന് പറയും. ശരിയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണെങ്കിൽ ശാസ്ത്രജ്ഞർ തമ്മിൽ സംസാരിക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാവും. ആ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ്
ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാകുന്ന ഒരു പൊതുവായ പേര് ഓരോ ജീവിക്കും വേണമെന്ന് തീരുമാനിച്ചത്. ആ ഈ പ്രക്രിയയെയാണ് നമ്മൾ നാമകരണം അഥവാ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ നിയമങ്ങളൊക്കെ കാണുമല്ലോ. ഉണ്ട്. ഇതിന് കൃത്യമായ നിയമങ്ങളും തത്വങ്ങളുമുണ്ട്. സസ്യങ്ങൾക്ക് പേര് നൽകുന്ന നിയമപുസ്തകമാണ് ICBN, അതായത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ. ജന്തുക്കൾക്ക് പേര് നൽകുന്നത് ICZN, ഇന്റർനാഷണൽ കോഡ് ഓഫ് സൂളോജിക്കൽ നോമൻക്ലേച്ചർ. അതനുസരിച്ചാണ്. ഈ നിയമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആകെ കുഴപ്പമായേനെ. ഒരേ രോഗമുണ്ടാക്കുന്ന വൈറസിന് ഓരോ രാജ്യത്തും ഓരോ പേരാണെങ്കിൽ അതിനെതിരെയുള്ള മരുന്ന് ഗവേഷണം എത്രമാത്രം താറുമാറാകുമായിരുന്നു. അതെ. ഈ പ്രശ്നത്തിനൊരു മികച്ച പരിഹാരം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് കരോളസ് ലിനേയസ്. അദ്ദേഹത്തിന്റെ ദ്വിനാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതെ, ഇതിന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. അതെ. എന്താണ് ഈ ദ്വിനാമ പദ്ധതിയുടെ പ്രത്യേകത? പേര് സൂചിപ്പിക്കുന്നതുപോലെ രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണോ? അതെ. ഓരോ ശാസ്ത്രീയ നാമത്തിനും രണ്ട് ഭാഗങ്ങളുണ്ടാകും. ആദ്യത്തേത് ജീനസിന്റെ പേര്, ജനറിക് നെയിം. രണ്ടാമത്തേത് സ്പീഷീസിന്റെ പേര്, അതായത് സ്പെസിഫിക് എപ്പിത്തറ്റ്. പാഠപുസ്തകത്തിലെ ഉദാഹരണം തന്നെ എടുക്കാം. മാവിന്റെ പേര്. അതെ. മാവിന്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. ഇവിടെ മാഞ്ചിഫറ എന്നത് ജീനസും ഇൻഡിക്ക എന്നത് സ്പീഷീസുമാണ്. എനിക്കൊരു സംശയം. ലോകത്ത് ഇത്രയധികം ഭാഷകളുള്ളപ്പോൾ എന്തിനാണ് ശാസ്ത്രീയ നാമങ്ങൾക്കായി ആരും ഉപയോഗിക്കാത്ത ലത്തീൻ ഭാഷ തന്നെ തിരഞ്ഞെടുത്തത്? അതൊരു മൃതഭാഷയല്ലേ? നല്ല ചോദ്യം. അതൊരു മൃതഭാഷയായതുകൊണ്ടാണ് അതിനെ തെരഞ്ഞെടുത്തത്. അതെന്തങ്ങനെ? കാരണം ലാത്തീൻ ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് കാലക്രമേണ ആ ഭാഷയിലെ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വരില്ല. അത് സ്ഥിരമായി നിലനിൽക്കും. ആ, ശരിയാണ്. ഉദരട്ടീർ, ഒരു രാജ്യത്തിനും ആ ഭാഷയുടെ മേൽ പ്രത്യേക അവകാശവാദം ഉന്നയിക്കാനും കഴിയില്ല. അതുകൊണ്ട് അതൊരു സാർവത്രിക ഭാഷയായി മാറി. ഈ പേരുകൾ എഴുതുന്നതിനും ചില നിയമങ്ങളുണ്ടല്ലോ. പാഠപുസ്തകത്തിൽ 4 എണ്ണം എടുത്തു പറയുന്നുണ്ട്. അവയൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സംശയം വരുന്നൊരു ഭാഗമാണിത്. തീർച്ചയായും. ഒന്നാമതായി, ഈ പേരുകൾ ലത്തീൻ ഭാഷയിലായതുകൊണ്ട് അച്ചടിക്കുമ്പോൾ എപ്പോഴും ചരിഞ്ഞ അക്ഷരങ്ങളിൽ, അതായത് ഇറ്റാലിക്സിൽ കൊടുക്കണം. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന്. ഓക്കെ. രണ്ടാമത്തെ നിയമം, നമ്മൾ കൈകൊണ്ടെഴുതുകയാണെങ്കിൽ ഓരോ വാക്കും വെവ്വേറെ അടിവരയിടണം. മാഞ്ചിഫെറ എന്നതിനടിയിലും ഇൻഡിക്ക എന്നതിനടിയിലും. അതെന്തിനാണ്? അവയുടെ ലത്തീൻ ഉത്ഭവം കാണിക്കാനാണിത്. ശരി. ജീനസിന്റെയും സ്പീഷീസിന്റെയും പേരുകൾ തുടങ്ങുന്ന അക്ഷരങ്ങളിലും വ്യത്യാസമുണ്ടല്ലേ? അതെ, അതാണ് മൂന്നാമത്തെ നിയമം. ജീനസിന്റെ പേര് എപ്പോഴും വലിയ അക്ഷരത്തിലും ക്യാപിറ്റൽ ലെറ്ററിലും, സ്പീഷീസിന്റെ പേര് ചെറിയ അക്ഷരത്തിലും. അതെ, സ്മോൾ ലെറ്ററിലും തുടങ്ങണം. അതുകൊണ്ടാണ് മാഞ്ചിഫെറയിലെ M വലുതും ഇൻഡിക്കയിലെ I ചെറുതുമാകുന്നത്. പിന്നെ നാലാമതൊരു കാര്യം കൂടിയുണ്ട്. ഉണ്ട്. നാലാമതായി, ചിലപ്പോൾ സ്പീഷീസിന്റെ പേരിനു ശേഷം അത് ആദ്യമായി വിവരിച്ച ശാസ്ത്രജ്ഞന്റെ പേരിന്റെ ചുരുക്കെഴുത്ത് ചേർക്കാറുണ്ട്. ആ, മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്നതിലെ ലിൻ ഈ സ്പീഷീസിനെ ആദ്യമായി വിവരിച്ചത് ലിനേയസ് ആണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ചേർന്ന് ഒരു ജീവിക്ക് പേര് നൽകുന്ന പ്രക്രിയ പൂർത്തിയാകുന്നു. അതെ. പക്ഷെ പേര് നൽകുന്നത് ഒരു വലിയ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമല്ലേ? ഒരു ഭാഗം മാത്രം. ഒരു ജീവിയെ ഏത് ഗ്രൂപ്പിൽ പെടുത്തണം, അതിന്റെ ബന്ധുക്കൾ ആരാണ് എന്നൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവിടെയാണ് ടാക്സോണമി വരുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. ടാക്സോണമി എന്നത് ഒരു ശാസ്ത്രശാഖയാണ്. അതിന് 4 അടിസ്ഥാന പ്രക്രിയകളുണ്ട്. ഏതൊക്കെയാണവ? സ്വഭാവവ്യംയം, അതായത് ക്യാരക്ടറൈസേഷൻ, പിന്നെ തിരിച്ചറിയൽ, ഐഡന്റിഫിക്കേഷൻ, വർഗീകരണം, ക്ലാസിഫിക്കേഷൻ, പിന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത നാമകരണം, നോമൻക്ലേച്ചർ. ഓക്കെ. അതായത് ഒരു പുതിയ ജീവിയെ കിട്ടിയാൽ ആദ്യം അതിന്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ സ്വഭാവങ്ങളും പഠിക്കുന്നു. അതിനെ നിലവിലുള്ള അറിവ് വെച്ച് തിരിച്ചറിയുന്നു. സമാന സ്വഭാവമുള്ള മറ്റു ജീവികളോടൊപ്പം ഒരു ഗ്രൂപ്പിൽ വർഗീകരിക്കുന്നു. എന്നിട്ട് പേര് കൊടുക്കുന്നു. അതെ. അതിനുശേഷം ഒരു ശാസ്ത്രീയ നാമം നൽകുന്നു. ഇതാണതിന്റെ ക്രമം. ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു വാക്കാണ് സിസ്റ്റമാറ്റിക്സ്. ഇത് ടാക്സോണമിയുടെ തന്നെ മറ്റൊരു പേരാണോ അതോ അതിൽ നിന്ന് വ്യത്യസ്തമാണോ? അതൊരു നല്ല ചോദ്യമാണ്. പലർക്കും സംശയമുണ്ടാകുന്ന ഒന്നാണിത്. സിസ്റ്റമാറ്റിക്സ് ടാക്സോണമിയേക്കാൾ കുറച്ചുകൂടി വിശാലമായ ഒരു പഠനമേഖലയാണ്. അതെങ്ങനെ? ലിനേയസ്
അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് നൽകിയ പേര് സിസ്റ്റമാ നാച്ചുറേ എന്നായിരുന്നു. അതിനർത്ഥം പ്രകൃതിയുടെ ചിട്ടയായ ക്രമീകരണം എന്നാണ്. ആ സിസ്റ്റമാറ്റിക്സിൽ ടാക്സോണമിയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതിനു പുറമെ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധങ്ങൾക്കും ഇവല്യൂഷണറി റിലേഷൻഷിപ്സിനും ഇത് പ്രാധാന്യം നൽകുന്നു. ഓ അപ്പൊ പരിണാമം കൂടി ഇതിൽ വരുന്നുണ്ട്. അതെ, അതായത് ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുമായി എത്രമാത്രം പരിണാമപരമായ അടുപ്പമുണ്ട് എന്നുകൂടി സിസ്റ്റമാറ്റിക്സ് പഠിക്കുന്നു. ആ പരിണാമപരമായ ബന്ധങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വർഗീകരണത്തിന് കൂടുതൽ അർത്ഥം വരുന്നത്. തീർച്ചയായും. ഇനി നമുക്ക് ആ വർഗീകരണത്തിന്റെ വിവിധ തലങ്ങളിലേക്ക്, അതായത് ടാക്സണോമിക് ഹൈറാർക്കിയിലേക്ക് കടക്കാം. ശരി. പാഠപുസ്തകത്തിൽ സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള ഒരു ഏണി പോലെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും തല കറങ്ങാറുണ്ട്. നമുക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ശ്രമിക്കാം. ആ ഏണിപ്പടികൾ ഓരോന്നും ഓരോ ടാക്സോൺ അഥവാ വർഗീകരണ തലമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു ഉദാഹരണമായി എടുത്ത് ആ ഏണിപ്പടികൾ കയറി നോക്കാം. കൊള്ളാം, ആ ആശയം എനിക്കിഷ്ടപ്പെട്ടു. അത് കൂടുതൽ എളുപ്പമാക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ഏറ്റവും താഴത്തെ പടി, അതായത് വർഗീകരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. സ്പീഷീസ്. അതെ, സ്പീഷീസ്. നമ്മൾ മനുഷ്യർ സേപ്പിയൻസ് എന്ന സ്പീഷീസിൽ പെടുന്നു. അടിസ്ഥാനപരമായ സാമ്യങ്ങളുള്ള, പരസ്പരം ഇണചേർന്ന് പ്രത്യുൽപാദനശേഷിയുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവുള്ള ജീവികളുടെ കൂട്ടമാണ് സ്പീഷീസ്. അപ്പോൾ നമ്മുടെ സ്പീഷീസ് സേപ്പിയൻസ് ആണ്. അടുത്ത പടി ജീനസ് ആണല്ലോ. അതെ, നമ്മുടെ ജീനസ് ഹോമോ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാകുന്നത്. ഓക്കേ. അടുത്ത ബന്ധമുള്ള സ്പീഷീസുകളുടെ കൂട്ടമാണ് ജീനസ്. ഉദാഹരണത്തിന് പാൻഥറ എന്ന ജീനസിൽ സിംഹം, പാത്ര ലിയോ, പുലി പാൻഥ്രപാഡസ്, കടുവ പാൻഥ്ര ടൈഗ്രിസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. അവരെല്ലാം അടുത്ത കസിൻസ് ആണ്. ഓക്കേ. അപ്പോൾ നമ്മൾ ഹോമോ എന്ന ജീനസിൽ നിന്ന് അടുത്ത പടിയായ ഫാമിലിയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ആരെയാണ് കാണുക? അവിടെ നമ്മൾ നമ്മുടെ കുറച്ചുകൂടി അകന്ന ബന്ധുക്കളെ കാണും. മനുഷ്യനുൾപ്പെടുന്ന ഹോമിനിഡെ എന്ന ഫാമിലിയിൽ ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടാൻ തുടങ്ങിയ ജീനസുകളും ഉൾപ്പെടുന്നു. അപ്പോ നമ്മളെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. അതുപോലെ പൂച്ചയുടെ ഫാമിലി ഫെലിഡയും നായയുടെ ഫാമിലി കാനിഡയുമാണ്. ഈ കുടുംബങ്ങൾ ചേർന്ന് അടുത്ത തലം, അതായത് ഓർഡർ ആകുന്നു. അതെ, സമാന സ്വഭാവങ്ങളുള്ള ഫാമിലികൾ ചേർന്നതാണ് ഓർഡർ. മനുഷ്യനും കുരങ്ങുകളും ഉൾപ്പെടുന്ന ഹോമിനിഡെ ഫാമിലി പ്രൈമേറ്റ എന്ന ഓർഡറിലാണ് വരുന്നത്. അതേസമയം പൂച്ചയുടെയും നായയുടെയും ഫാമിലികൾ മാംസാഹാരികളായതുകൊണ്ട് അവയെല്ലാം കാർണിവോറ എന്ന ഓർഡറിൽ വരുന്നു. ഇപ്പോൾ എനിക്ക് ആ ഒരു ക്രമം മനസ്സിലായി വരുന്നുണ്ട്. ഓർഡറുകൾ ചേർന്ന് ക്ലാസുകൾ ചേർന്ന് ഫൈലങ്ങൾ ചേർന്ന് ഏറ്റവും മുകളിലത്തെ തട്ടായ കിങ്ഡം. ശരിയാണ്. വളരെ ശരിയാണ്. പ്രൈമേറ്റ, കാർണിവോറ തുടങ്ങിയ ഓർഡറുകളെല്ലാം മമ്മേലിയ എന്ന ക്ലാസ്സിലാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? കാരണം ഇവർക്കെല്ലാം ശരീരത്തിൽ രോമങ്ങളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടുന്ന സ്വഭാവവുമുണ്ട്. ഓക്കേ. ഇതുപോലുള്ള പല ക്ലാസുകൾ ചേർന്ന്, അതായത് മത്സ്യങ്ങൾ, ഉഭയജീവികൾ, പക്ഷികൾ, സസ്തനികൾ എന്നിവയെല്ലാം ചേർന്ന് ഫൈലം കോർഡാറ്റ ഉണ്ടാകുന്നു. കാരണം ഇവർക്കെല്ലാം നട്ടെല്ലുണ്ട്. അവസാനം ഏറ്റവും ഒടുവിൽ എല്ലാ ജന്തുക്കളും ചേർന്ന് കിങ്ഡം ആനിമേലിയ എന്ന വലിയ സാമ്രാജ്യത്തിലെത്തുന്നു. അതായത് നമ്മൾ ഈ ഏണിപ്പടിയിൽ മുകളിലേക്ക് പോകുന്തോറും ഗ്രൂപ്പുകൾ വലുതായി വരുന്നു, പക്ഷെ അംഗങ്ങൾ തമ്മിലുള്ള പൊതുവായ സ്വഭാവങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, അല്ലേ? അതെ. സ്പീഷീസ് തലത്തിൽ കാണുന്ന അത്രയും സാമ്യം കിങ്ഡം തലത്തിൽ കാണില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതെ, അതാണ് ഈ ഹൈറാർക്കിയുടെ കാതൽ. ഒരു പുഴുവിനും മനുഷ്യനും കിങ്ഡം ആനിമാലിയയിൽ പൊതുവായ ചില സ്വഭാവങ്ങൾ മാത്രമേ കാണൂ. എന്നാൽ ഹോമോ എന്ന ജീനസിൽപ്പെട്ട ജീവികൾക്ക് ഒരുപാട് സാമ്യങ്ങളുണ്ടാകും. പാഠപുസ്തകത്തിലെ ടേബിൾ 1.1 നോക്കിയാൽ ഈ ആശയം കൂടുതൽ വ്യക്തമാകും. ശരിയാണ്. അതിൽ മനുഷ്യൻ, ഈച്ച, മാവ്, ഗോതമ്പ് എന്നിവയുടെ വർഗീകരണം നൽകിയിരിക്കുന്നത് കണ്ടില്ലേ? അതെ. ഇനി പാഠപുസ്തകത്തിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്ന ഏൺസ്റ്റ് മേയർ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് സംസാരിക്കാം. ഏൺസ്റ്റ് മേയർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ 20-ാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? അത്ര വലിയ സംഭാവനയാണോ അദ്ദേഹം നൽകിയത്? തീർച്ചയായും. ഏൺസ്റ്റ് മേയർ ഒരു സാധാരണ ശാസ്ത്രജ്ഞനായിരുന്നില്ല. പരിണാമശാസ്ത്രം, പക്ഷിശാസ്ത്രം, സിസ്റ്റമാറ്റിക്സ് എന്നീ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. ഓഹോ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബയോളജിക്കൽ സ്പീഷീസ് എന്ന ആശയത്തിന്, അതായത്
പരസ്പരം ഇണചേർന്ന് പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ കൂട്ടമാണ് സ്പീഷീസ് എന്ന ആശയത്തിന് ഏറ്റവും ശക്തമായ നിർവചനം നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത്രമാത്രം അംഗീകരിക്കപ്പെട്ടു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, അല്ലേ? അതെ, ബയോളജിയിലെ ട്രിപ്പിൾ ക്രൗൺ എന്നറിയപ്പെടുന്ന 3 പരമോന്നത ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ബാൽസൺ പ്രൈസ്, ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി, പിന്നെ ക്രാഫോർഡ് പ്രൈസ്. ജീവിവർഗങ്ങളുടെ ഉദ്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അദ്ദേഹം മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് ആ വലിയ ബഹുമതി. അപ്പോൾ ഇന്നത്തെ ഈ വിശദമായ ചർച്ചയുടെ ഒരു സംഗ്രഹം എന്ന നിലയിൽ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ട് ജീവികളെ വർഗീകരിക്കുന്നത്? ഇതുകൊണ്ട് സാധാരണ മനുഷ്യന് എന്തു പ്രയോജനമാണുള്ളത്? ഇത് കേവലം അക്കാഡമിക്കായ ഒരു കാര്യമല്ല. ടാക്സോണമിക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വരെ പ്രാധാന്യമുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. കൃഷിയിൽ പുതിയ ഇനം വിളകൾ വികസിപ്പിക്കാനും കീടങ്ങളെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാനും അവയെക്കുറിച്ചുള്ള കൃത്യമായ വർഗീകരണ അറിവ് വേണം. ശരിയാണ്. പുതിയ ഔഷധങ്ങൾ കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ സസ്യങ്ങളെയും സൂക്ഷ്മജീവികളെയും ആശ്രയിക്കാറുണ്ട്. ഏത് സസ്യത്തിൽ നിന്നാണ് ഔഷധം ലഭിക്കുന്നതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടമാകും. അത് വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കണമെങ്കിൽ ഏതൊക്കെ ജീവികളാണ് വംശനാശ ഭീഷണി നേരിടുന്നതെന്നും അവയുടെ ബന്ധുക്കൾ ഏതൊക്കെയാണെന്നും അറിയണം. ഇതിനെല്ലാം അടിസ്ഥാനം ടാക്സോണമിയാണ്. ഈ അധ്യായത്തിലെ സങ്കീർണമായി തോന്നാവുന്ന ആശയങ്ങൾ ഇത്ര ലളിതമായും രസകരമായും വിശദീകരിച്ചതിന് നന്ദി. ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അടുക്കുന്നതുപോലെയാണ് ജീവലോകത്തെ ക്രമീകരിക്കുന്നതെന്ന ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഈ ചർച്ച നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ധാരണ നൽകിയെന്ന് വിശ്വസിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. എന്താണത്? പാഠപുസ്തകത്തിലെ ഒരു അഭ്യാസം കൂടിയാണത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ബയോളജിക്കൽ സ്പീഷീസ് എന്ന ആശയം, ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളുടെ കൂട്ടം. അതെ, ആ നിർവചനം ബാക്ടീരിയയുടെ കാര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? അതൊരു നല്ല ചോദ്യമാണല്ലോ. ബാക്ടീരിയകൾ പ്രധാനമായും അലൈംഗികമായാണ് വിഭജിക്കുന്നത്. അപ്പോൾ അവയെ നമ്മൾ എങ്ങനെ വ്യത്യസ്ത സ്പീഷീസുകളായി തരംതിരിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യം. ശാസ്ത്രം എപ്പോഴും പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അതെ, ഇത് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നത് ഈ വിഷയത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകും. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.